കരുവന്നൂർ കേസിൽ കേന്ദ്ര ഏജൻസികളെ പരോക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രചാരണത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണെന്നും കുറ്റകൃത്യത്തിൽ ഒന്നാമതുള്ളയാളെ മാപ്പുസാക്ഷിയാക്കുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. നിയമപരമായി നടക്കാൻ പറ്റാത്തതാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ചെയ്യുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ ദേശീയ ഏജൻസികൾ അന്വേഷിക്കണമെന്ന് സർക്കാർ തന്നെ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു സ്ഥാപനത്തിൽ തെറ്റായ കാര്യങ്ങൾ നടന്നു. സംസ്ഥാന സർക്കാർ ഫലപ്രദമായി ഇടപെട്ടു. എല്ലാ ഏജൻസികളും ഇടപെട്ടു. ഈ പറഞ്ഞ പുറം ഏജൻസി വന്നു, അവരുടെ അന്വേഷണം ആരംഭിച്ചു. എന്താ അവർ ചെയ്തത്? ആ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് ഏറ്റവും അധികം കോട്ടം തട്ടുന്ന രീതിയിൽ ഇടപെട്ട ഒന്നാം പ്രതിസ്ഥാനത്തിരിക്കേണ്ട വ്യക്തി, ആ മനുഷ്യനെ മാപ്പുസാക്ഷിയാക്കുക. എന്താ അതിൻ്റെ ഉദ്ദേശം? യഥാർത്ഥ തെറ്റുകൾ ചെയ്ത ഒരാളെ മാപ്പുസാക്ഷിയാക്കി ആരെയാണ് രക്ഷിക്കാൻ നോക്കുന്നത്? ഇപ്പോൾ കേരളത്തിലെ വലിയ തോതിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു. ആ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ എഴുതിയല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്, ഇങ്ങനൊരു കാര്യം നടന്നിരിക്കുന്നു, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ടത്, ഈ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനുള്ള ഫലപ്രദമായ ഇടപെടലുണ്ടാവണം. ഇതിൻ്റെ ബാക്കി പത്രം ഞാനിപ്പോൾ പറയുന്നില്ല, എന്താണ് ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നിർഭൻ ചക്രവർത്തി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിർഭൻ, പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വലിയ തോതിൽ ഈ കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയമായി തന്നെ ഏജൻസികളെ ഉപയോഗിക്കുന്ന ഒരു വിഷയം അത് ഉയർന്നു വന്നിട്ടുള്ള പല ഘട്ടങ്ങളുണ്ട്. ഇതടക്കം മുൻനിർത്തിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി രൂക്ഷമായ വിമർശനം പരോക്ഷമായി തന്നെ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. നിർഭൻ, നിർഭൻ കേൾക്കാമെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ നിരവധിയായ സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഈ അന്വേഷണ ഏജൻസികളെ എങ്ങനെയാണ് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നത് കേന്ദ്രം എന്ന നിലയ്ക്ക് ഇതടക്കം പരാമർശിച്ചുകൊണ്ടാണോ മുഖ്യമന്ത്രി ഇങ്ങനെ വിമർശനം ഉന്നയിച്ചത്? കാവ്യ, തീർച്ചയായും 9ാമത് സഹകരണ കോൺഗ്രസിന്റെ ഉദ്ഘാടനം നിശാഗന്ധിയിൽ നിർവഹിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇത് പരാമർശം നടത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കരുവന്നൂർ ബാങ്കിന്റെ പേര് പരാമർശിക്കാതെ സമീപകാലത്തുണ്ടായ ഒരു ബാങ്കിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് സമീപനമാണ് കേന്ദ്ര സർക്കാരും അന്വേഷണ ഏജൻസികളും എടുത്തത് എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഈ അന്വേഷണത്തിൽ കുറ്റകൃത്യങ്ങളിലും ഇത്തരം സാമ്പത്തിക കേസുകളിലും കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷിക്കാൻ കഴിയും, നിയമപരമായി അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏത് തരത്തിലാണ് അവർ ഇടപെടുന്നത് എന്നതിന്റെ സൂചനയാണ് ഈ കരുവന്നൂർ ബാങ്കിൽ കണ്ടത്. ഈ പറഞ്ഞ തട്ടിപ്പിൽ കുറ്റക്കാര നിലയിൽ ഒന്നാം സ്ഥാനത്തുള്ളയാളിനെ മാപ്പുസാക്ഷിയാക്കുക, എന്നിട്ട് ഈ കേസിനെ ഏത് തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രചരണ വേദിയാക്കി മാറ്റുക, കുറ്റവാളിയെ തന്നെ മാപ്പുസാക്ഷിയാക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നതാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. ഈ സ്വർണ്ണക്കടത്ത് കേസിലടക്കം മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞു. കേരളത്തിൽ വ്യാപകമായി വലിയ രീതിയിൽ സ്വർണ്ണക്കടത്ത് നടന്നു. അപ്പോൾ ഇത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട സംസ്ഥാന സർക്കാരാണ്. ദേശീയ ഏജൻസികൾ അന്വേഷിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തു. തങ്ങൾ ആവശ്യപ്പെട്ടതാണ്. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ജനങ്ങൾക്കറിയാം, അതിലേക്ക് കടക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ കരുവന്നൂർ ബാങ്കിന്റെ പശ്ചാത്തലത്തിൽ ഈ വ്യാപകമായ രാഷ്ട്രീയ പ്രചരണത്തിന് കേന്ദ്ര ഏജൻസികളെ ഇറക്കിവിട്ട് പ്രചരണത്തിന് BJPയും കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് മുഖ്യമന്ത്രി 9ാം ഈ പറയുന്ന സഹകരണ കോൺഗ്രസ് ഉദ്ഘാടന വേദിയിൽ പറഞ്ഞത്. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഹകരണ മേഖലയിലെ അഴിമതിയെ മുൻനിർത്തി മുഖ്യമന്ത്രി പറഞ്ഞതാണ്. സഹകരണ മേഖല എന്ന് പറയുന്നത് കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനം രാജ്യത്തിന് തന്നെ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച ഒരു മേഖലയാണ്. പക്ഷേ ഈ പറഞ്ഞ നേട്ടങ്ങൾക്കിടയിലും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഈ സഹകരണ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. ഏതെങ്കിലും സ്ഥാപനത്തിന് ദുഷിപ്പുണ്ടായാൽ ആ സ്ഥാപനത്തിന് മാത്രമല്ല അത് ബാധിക്കുക, കേരളത്തിന്റെ സഹകരണ മേഖലയാകെയാണ് ഇത് ബാധിക്കുകയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
സഹകരണ മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടാത്ത നിലപാട് ഉണ്ടാകണം. ആ നിലപാടിൽ സഹകരണ മേഖലയും സർക്കാരും ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിന്റെ നടപടികൾ അതത് ഘട്ടത്തിൽ സ്വീകരിച്ചു പോകുന്നുമുണ്ട്. പലതരത്തിൽ അഴിമതി കാണിക്കുന്നവരുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. സമൂഹത്തിലെ പലർക്കും വല്ലാത്ത ഒരു തരത്തിലുള്ള ആർത്തിയാണുള്ളത്. ഉള്ള വരുമാനം പോരാ, കൂടുതൽ വരുമാനം വേണം എന്ന് ചിന്തിക്കുന്നവരാണ് ഇത്തരത്തിൽ അഴിമതിയുടെ ഭാഗമായി മാറുന്നത്. മനുഷ്യന്റെ ആർത്തിയാണ് അഴിമതിയിലേക്ക് എത്തിക്കുന്നത്. വ്യക്തിപരമായ അഴിമതി നടത്താൻ സാധ്യത കുറവുള്ള ഒരു മേഖലയാണ് സഹകരണ മേഖല. പക്ഷെ ചിലർ ഈ പറഞ്ഞ ദുഷിച്ച പ്രവണതയിൽ ഇരയാവുകയാണ്. അത്തരക്കാരോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. കർക്കശമായ നിലപാടാണ് സ്വീകരിക്കുക. അഴിമതി ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ അവർക്ക് ഒരു തരത്തിലുള്ള പരിരക്ഷയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സഹകരണ മേഖല ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി പരാമർശം സഹകരണ കോൺഗ്രസിൽ നടത്തിയത്. കാവ്യ. ശരി, നൃപൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.